ഓഫ് ഡേ ആയതുകൊണ്ട് ഇന്ന് എവിടെ നിന്ന് പണി തുടങ്ങുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ കിച്ചണിൽ പുതിയൊരാളെ കണ്ടത്. ഇത് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ആണ് കേട്ടോ. ഇതിൻ്റെ പിന്നിലെ കൈകൾ നമ്മുടെ ആൽവിൻ ചേട്ടൻ്റെയാണ്. ആൽവിൻ ബ്രോയ്ക്ക് ഈ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം. പുട്ടും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനാണ് എൻ്റെ പരിപാടി. അതുകൊണ്ട് തന്നെ തലേ ദിവസം ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുതിർത്തി വെച്ച ഗ്രീൻ പീസിലോട്ട് ഒരു പൊട്ടാറ്റോ അരിഞ്ഞതും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വെച്ചു. എന്നിട്ട് ഞാൻ നേരെ പല്ല് തേക്കാൻ പോയി. അതിന് നീ പല്ലൊക്കെ തേക്കൂ എന്നുള്ളൊരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് നേരെ പുട്ടുപൊടി കുഴക്കാൻ വന്നു. അതിനിടയിൽ നമ്മുടെ അമ്മ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു. ഇതിപ്പോഴെങ്ങാനാവോ എന്നൊരു ചോദ്യം കൂടി അമ്മ ചോദിച്ചായിരുന്നു. അതൊക്കെ പോട്ടെ, പുട്ടിന് പൊടി കുഴച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പുട്ട് മേക്കർ ഇല്ല എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ എൻ്റെ ബുദ്ധി അങ്ങോട്ട് പ്രയോഗിച്ചു. പണ്ട് നമ്മൾ ചിരട്ടിലും മണ്ണപ്പം ചുടുന്ന പോലെ അത് തന്നെ. പുട്ട് വേവുന്ന നേരം കൊണ്ട് ഞാൻ പിന്നെ കറി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടന്നു. അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ടി മസാലയൊക്കെ സെറ്റാക്കി ഗ്രീൻ പീസ് കറി റെഡിയായി. പിന്നെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യത്തിൽ എന്നെ പോലത്തെ വേറെ ഒരാളുടെ ആവശ്യമില്ല. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.